അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലെ ഒരു യാത്രക്കിടയിൽ നടന്നൊരു സംഭവം വളരെ മനസ്സിന് വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പേ വാളയാർ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എല്ലാ ആഴ്ചയും ഒരു കരിക്ക് കുടിക്കുന്നൊരു പതിവുണ്ട് കോയമ്പത്തൂരേക്ക് കിടക്കുമ്പോൾ. ഞാൻ പതിവില്ലാത്തൊരു കട പുതുതായിട്ട് അവിടെ കണ്ടു. നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച, തൊപ്പി ധരിച്ചൊരു മനുഷ്യൻ. ഞാൻ ചെന്ന് സലാം പറഞ്ഞു, അദ്ദേഹത്തോടൊരു കരിക്ക് പറഞ്ഞു. അപ്പം എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ള ഉസ്താദല്ലേ? ആ അതെ, യൂട്യൂബിലൊക്കെ ഉള്ള ഉസ്താദാണ്. എൻ്റെ കുടുംബമൊക്കെ ഉസ്താദിൻ്റെ പ്രേക്ഷകരാണ്. റസാ വ്ളോഗ്സിലൂടെ സ്വബാഹുൽ ഖൈറൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. വല്ലാത്തൊരു സന്തോഷം തോന്നി, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു, വീട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പാലക്കാട് തമിഴ്നാട് ബോർഡറിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഡിഗ്രി കൂടെ പറഞ്ഞു, ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ നിന്ന് എടുത്ത ഒരു സനത് കൂടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഉസ്താദാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഉസ്താദാണല്ലേ, പിന്നെ റാഹത്തല്ലേ ഉസ്താദേ? എവിടെ ജോലി ഇപ്പോൾ വേറെ സേവനം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ കരിക്ക് മാത്രമാണോ? അപ്പം അദ്ദേഹം പറഞ്ഞത്, പെട്ടെന്നൊരു ശബ്ദമിടറിയതുപോലെ, നല്ലൊരു മഹല്ലിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകനായിരുന്നു ഞാൻ. ഇന്ന് ആ മഹല്ലുകാരെന്നെ ചവിട്ടി പുറത്താക്കി, ഇപ്പോൾ ഞാൻ കരിക്ക് കച്ചവടക്കാരനാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ കുറച്ചു നേരം നിന്നു. പതിയെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ചവിട്ടി പുറത്താക്കിയോ? എന്താണ് സംഭവം എന്ന് പറയുമോ? ഒന്നുമില്ല ഉസ്താദേ, ഞാനിങ്ങനെ ഈ മദ്രസയിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ പൊന്നു മക്കളെ പോലെയാണ്, എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ്. അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും, അവരുടെ തലയൊന്ന് തടവും. എൻ്റെ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് മിഠായി വാങ്ങിക്കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പകുതിയോളം പൈസ എൻ്റെ മദ്രസയിലെ കുഞ്ഞുങ്ങൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കാനാണ് ഞാൻ ചിലവാക്കുന്നത്. അപ്പം അന്ന് ശമ്പളം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയണില്ല. അത്ര വളരെ കുറഞ്ഞ ശമ്പളമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ദിവസം ഞാനിങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ വാതിൽക്കൽ ഭയങ്കര മുട്ട് ഇടിക്കുകയാണ്. കുറേ പേര് വന്നിട്ട് ഒരു ഉസ്താദിൻ്റെ റൂമിലേക്ക് കയറി വന്ന പോലെയൊന്നുമല്ല, ശക്തമായ ഇടി. അപ്പോൾ ഞാൻ വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോഴത്തേക്ക് കുറച്ച് ചെറുപ്പക്കാർ വന്ന് എൻ്റെ കഴുത്തിനങ്ങ് പിടിച്ചിട്ട് എന്നെ ചുമരിലേക്കങ്ങ് ചേർത്ത് നിർത്തി. ശക്തമായി എന്നെ ഉപദ്രവിച്ചു. ഒരിക്കലും ഒരു ഉസ്താദിനോടൊന്നല്ല, ഒരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്തത്ര വലിയ തെറിവിളികൾ കൊണ്ട് അഭിഷേകം ചെയ്തു എന്നെ. അപ്പോൾ അമ്മരിടക്ക് പറയുന്നുണ്ടായിരുന്നു, നീ അങ്ങനെ ചെയ്യുമല്ലേടാ, നിനക്ക് പിള്ളേരെ കാണുമ്പോഴത്തേക്കും വളരെ വൃത്തികെട്ട വാക്കുകൾ, ഒരിക്കലും അത് പുറത്തു പറയാൻ പറ്റില്ല, നിങ്ങളോടത് പങ്കുവെക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ശക്തമായിട്ട് എന്നെ ഉപദ്രവിച്ചു. അപ്പം എന്താണെന്ന് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഒരു പെൺകുട്ടി എനിക്കെതിരെ പരാതി പറഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ മോശമായി സ്പർശിച്ചു എന്നാണ് ആ കുട്ടി എനിക്കെതിരെ പരാതി പറഞ്ഞത്. അപ്പം ആ കുട്ടിയുടെ വാപ്പയും നാട്ടുകാരൊക്കെ കൂടെ വന്ന് എന്നെ തല്ലിയതാണ്. തല്ലി ചവിട്ടിക്കൂട്ടി എന്നെ ഇട്ടു. അങ്ങനെ ഞാൻ ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ഇതൊന്നും കേസും കാര്യങ്ങളൊന്നും ആയില്ല. ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രിക്ക് രാമായണം ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, എന്താണ് ശരിക്കും സംഭവിച്ചത്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദേ, ആ കുഞ്ഞിനെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അവള് ഒരു ദിവസം എന്തോ പഠിക്കാതെ വന്നപ്പോൾ, നന്നായി പഠിക്കുന്ന കുട്ടികളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ, അപ്പം ഞാൻ ആ കുട്ടിയെ കൈയുടെ ഈ ഭാഗത്ത് ഒരു നുള്ളു കൊടുത്തു, ഒന്ന് പിച്ചി. ആ കുട്ടി അപ്പം മുതൽ എന്നോട് പിണക്കം ഭാവിച്ചിരുന്നു. ചില കുട്ടികൾ അങ്ങനെയാണല്ലോ, നമ്മൾ സ്നേഹം കാണിക്കുന്നതോട് പിണങ്ങിയിരിക്കും. അപ്പോൾ ഈ കുട്ടി അതിന് ശേഷം എന്നോട് മിണ്ടാനില്ല, പിണങ്ങിപ്പോയതാണ്. അന്നത്തെ രാത്രി ഇങ്ങനെയാണ് ആ കുട്ടിയുടെ വാപ്പായും അതുപോലെ നാട്ടുകാരൊക്കെ വന്ന് എന്നോട് പെരുമാറിയത്. ആ മനുഷ്യനത് പറയുമ്പോൾ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, പിന്നെ എന്ത് സംഭവിച്ചു? മൂപ്പരിങ്ങനെ തുടരുകയാണ്. അങ്ങനെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ ഉസ്താദെ, കുറച്ച് ദിവസങ്ങൾ, നാളുകളൊന്നും കഴിഞ്ഞില്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിയെ ചില ആളുകൾ പറഞ്ഞ് കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉസ്താദ് ശരീരഭാഗങ്ങളിലൊന്നും തൊട്ടിട്ടില്ല, അതായത് മോശമായൊരു സ്പർശം ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കുട്ടി തുറന്നു പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചേ? ഈ കുട്ടി തുറന്നു പറഞ്ഞ കാര്യമൊന്നും
നാട്ടുകാരെ കമ്മിറ്റിക്കാരും അറിയിച്ചില്ല, നാട്ടുകാരെ അറിയിച്ചില്ല, ആരും അറിഞ്ഞില്ല. അവസാനം ആ കുട്ടിയുടെ ഏതോ ഒരു കുടുംബക്കാരൻ വിളിച്ചിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ പുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഉസ്താദിന് ഇനി പേടിക്കൊന്നും വേണ്ട, ഉസ്താദിനെതിരെ കേസും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല. എന്തോ ഒരു ഔദാര്യം ചെയ്ത പോലെ അല്ലേ. ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്തത് മുഴുവൻ അവരാണ്. എന്നിട്ട് മൂപ്പരോട് പറയണം നിങ്ങൾ പേടിക്കണ്ട, കേസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉസ്താദ് വേഗം സെക്രട്ടറീനെ വിളിച്ചു. സെക്രട്ടറിയെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. ആ ഉസ്താദെ നിങ്ങൾ തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഞാനങ്ങൾ തിരിച്ചു വന്നോട്ടെ. ഇനി ഉസ്താദ് വരണ്ട, ഇനി ഉസ്താദ് വന്നു കഴിഞ്ഞാൽ ശരിയാവൂല. കാരണം ഇനി എല്ലാവർക്കും ഉസ്താദിൻ്റെ മുഖത്തോട്ട് വെക്കാനൊരു മടിയായിരിക്കും, ഉസ്താദിനും മറ്റുള്ളവരുടെ മുഖത്തോട്ട് വെക്കാനൊരു മടിയായിരിക്കും. അപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ, മഹലിൽ വെറുതെ ചിദ്രത ഉണ്ടാക്കണ്ടല്ലോ എന്നാണ്. ആ മനുഷ്യൻ പറയണം, അന്ന് ഞാൻ പള്ളി ജോലി നിർത്തിയതാണ് ഉസ്താദെ. അത്ര ആത്മാർത്ഥതയോടെ എൻ്റെ കുഞ്ഞു മക്കൾ, അതായത് എൻ്റെ സ്വന്തം മക്കളെക്കാളേറെ, അതുകൊണ്ടാണല്ലോ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പകുതി എടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മിഠായി വാങ്ങിക്കൊടുത്തേ അല്ലേ. എല്ലാ മാസവും എൻ്റെ ശമ്പളത്തിൻ്റെ പകുതി അവർക്കുള്ളതാണ് ഉസ്താദെ. ഞാൻ ആ മഹലിൻ്റെ പേരൊന്നും പറയണില്ല. എത്ര മോശം മനുഷ്യരാണല്ലേ. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത്തരം മനുഷ്യർ ഉസ്താദുമാരിൽ നിന്നല്ല, അധ്യാപകരിൽ നിന്നല്ല, എല്ലാവരിലും പേടുകളുണ്ടാവും, എല്ലാവരിലും പേടുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ സത്യാവസ്ഥ എന്താണെന്ന് ആദ്യം അറിയണം. ആദ്യം കയറിയും കൈവെക്കുകയല്ല, ഉടനെ തന്നെ രാത്രിക്ക് രാമായണം ഉസ്താദ് വേഗം സ്ഥലം കാലിയാക്കിയോ എന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്താക്കുകയും ചെയ്യരുത്. ഇത് ഇങ്ങനൊരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ, പോക്സോ ഇപ്പോൾ കുട്ടികളെ അടിച്ചാൽ പോലും പോക്സോയിൽ കൊണ്ടുപോയി പെടുത്തുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സത്യമാണോ, ഇങ്ങനൊരു ലൈംഗികമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആദ്യം അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ മഹല്ലിൽ നിന്ന് പോകാനല്ല നിങ്ങൾ അനുവദിക്കേണ്ടത്, നിങ്ങൾ നേരെ അത് പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായ നിയമ നടപടിക്ക് അങ്ങനെയുള്ള വൃത്തികെട്ടവന്മാർ, അത് മൊയ്ലിയാരാണെങ്കിലും അധ്യാപകനാണെങ്കിലും ആരാണെങ്കിലും, അങ്ങനെ കുഞ്ഞുമക്കളോട് ഇത്തരം വൈകൃത്യങ്ങൾ കാണിക്കുന്നവന്മാരെ ജയിലിലടക്കാൻ, ശക്തമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മഹല്ല് കമ്മിറ്റി മുമ്പിട്ടിറങ്ങണം. അല്ലാതെ രാത്രിക്ക് രാമായണം തെറ്റാണെന്ന് തെളിഞ്ഞതിന് ശേഷം ഉസ്താദ് വഹിക്കോ എന്ന് പറഞ്ഞാൽ ഈ മൊയ്ലിയാർ ഇനി വേറെ ഏതെങ്കിലും പള്ളിയിൽ ചെന്ന് കയറിയിട്ട് കാണിക്കണ തോന്നിയാസം ഇത് തന്നെയല്ലേ. അങ്ങനെ എത്രയോ മഹല്ലുകളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരാൾ 6 മഹല്ലിൽ ആൾ നിന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഞാൻ. ഓരോ മഹല്ലിലും ഇതേ പ്രശ്നം ഉണ്ടാവും, മഹല്ലുകാർ പുറത്താക്കും. അങ്ങനെ 6 മഹല്ലിൽ ആൾ കയറി ഇറങ്ങി ലാസ്റ്റ് പോലീസ് പിടിച്ചു. അപ്പോൾ ഈ 1ാമത്തെ മഹല്ലുകാർക്ക് എന്തായിരുന്നു കംപ്ലൈൻറ്റ് ചെയ്താൽ പറയുന്നത്? ഇത് അമ്പിയാക്കൾ ഔലിയാക്കളൊന്നും അല്ലല്ലോ, സാധാരണ മനുഷ്യന്മാർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായി എന്നറിഞ്ഞാൽ ആദ്യം പോയി കൈവെക്കുകയല്ല, സത്യാവസ്ഥ തിരിച്ചറിയാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, രണ്ടാമതൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കള്ളക്കേസുകളുണ്ട്. അതായത് 100 എണ്ണത്തിൽ ഒരു 5 എണ്ണം ശരിയാണെങ്കിൽ ബാക്കി 95 കള്ളത്തരായിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ആദ്യം പറഞ്ഞ കേസ് പോലെ അടിച്ചതിൻ്റെ പേരിൽ, പിച്ചിയതിൻ്റെ പേരിൽ, മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ, വാപ്പാടെ ദേഷ്യമുള്ളതിൻ്റെ പേരിൽ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഒരു മഹല്ലിൽ നിന്ന് അടിച്ചു പുറത്താക്കിയൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, ശക്തമായി അടിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ, അതായത് ഒരു കുട്ടിയുടെ പേരും പറഞ്ഞിട്ടാണ് അടിച്ചു പുറത്താക്കിയത്. ആ കുട്ടിയെ പിന്നെ ആ കുട്ടിയുടെ ഒരു കസിൻ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തപ്പോൾ കുട്ടി പറയാണ്, ഉസ്താദ് എനിക്ക് മാർക്ക് കുറച്ച് തന്നു, എല്ലാവരുടെ മുമ്പിൽ നാണക്കേടായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ കുഞ്ഞുമക്കളുടെ ഇടയിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാകുന്നുണ്ട്, ഉസ്താദ്മാർക്കെതിരെ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വരാൻ പോകുന്ന എന്താണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. പിന്നെ ആ വിഷയം അങ്ങനെ എടുത്തിട്ട് ഉസ്താദ്മാരെ ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിലും വന്നു പോയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ 2 വശവും മനസ്സിലാക്കണം. അതായത് ഒന്ന്, സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക, വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ അമില അമല ഖൗമി ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായം ചെയ്ത ആ തോന്നിവാസം ചെയ്യണ 2 പേരെയും കൊല്ലണം എന്നാണ് ഇസ്ലാമിൻ്റെ വിധി. ഇതിപ്പോൾ കുഞ്ഞുമക്കൾ പരസ്പരം തൃപ്തിയോടെ ചെയ്യുന്ന കാര്യമല്ലല്ലോ, കുഞ്ഞുമക്കളെ പെടുത്തല്ലേ. അപ്പോൾ ഈ ചെയ്യാൻ നിന്നവന് ശക്തമായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. വലിയ ആളുകളാണെങ്കിലാണ് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ഇത്തരം ശിക്ഷ എന്ന് പറഞ്ഞത്. ഇത് കുഞ്ഞുമക്കൾ ഇങ്ങനെ ഉപയോഗിക്കുന്നവനെ ശക്തമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. പിന്നെ ഇത് കള്ളത്തരാണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടായത്, ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണെന്ന് തുറന്നു പറയാനുള്ള മാന്യത മഹല്ല് കമ്മിറ്റിക്കാരും കാണിക്കണം. പലപ്പോഴും പോക്സോ കേസിൽ കുടുങ്ങിയിട്ട് ജയിലിലെല്ലാം കിടന്ന് പാവങ്ങൾ തിരിച്ച് പുറത്തേക്ക് വരുമ്പോൾ, അതായത് നിരപരാധികളായിട്ട് വരുമ്പോൾ അതൊരു പത്രവും സ്വീകരിക്കൂല, അത് നാട്ടുകാരും എഴുതൂല, അത് ഫേസ്ബുക്കിലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പാവങ്ങൾ ജീവിതകാലം മുഴുവൻ അടങ്ങിയാണോ. ഇപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞത്, അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അറപ്പോടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നോക്കിയെന്നാണ്. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ടവനായിരുന്നോ തൻ്റെ ഭർത്താവ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഭാര്യ നോക്കിയത്. മക്കൾക്കും വെറുപ്പ്. അതായത് ഇത് സത്യമല്ല എന്ന് തെളിഞ്ഞിട്ട് പോലും ഭാര്യ പോലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഗൗരവമുള്ളതാണ്.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മദ്രസയിലേക്ക് ഒരു ഉസ്താദിനെ തിരഞ്ഞെടുക്കുമ്പോൾ കഴിവുറ്റവരെ തിരഞ്ഞെടുക്കാം. ഏതെങ്കിലുമൊക്കെ ആളുകളെ പിടിച്ചങ്ങനെ നിർത്താൻ പാടില്ല. നല്ല അതായത് അധ്യാപന മികവുള്ളവർ, MA എടുത്ത എല്ലാവരും അധ്യാപകരാകണമെന്നില്ല. ഞാൻ ആലിമീങ്ങളെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. നല്ല ഉലമാക്കളുണ്ട്. അധ്യാപന മികവുള്ളവരെ മദ്രസ അധ്യാപനത്തിലേക്ക് തിരഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ മദ്രസയിൽ കൃത്യമായി CCTVകളും മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തനക്ഷമമാക്കുക. അത് എവിടെയെങ്കിലുമൊക്കെ പണ്ട് വെച്ചിട്ടുണ്ട്, അത് വർക്ക് ചെയ്യില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ കമ്മിറ്റിക്കാർക്ക് ഇടയ്ക്കിടെ മദ്രസയിലേക്ക് കയറിച്ചില്ല, അതായത് തങ്ങളിങ്ങനെ നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി വേണം. ഉസ്താദുമാരെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ക്യാമറ വെക്കാനൊക്കെ. ഇത് വെക്കുന്നത് നമുക്ക് ഗുണകരമാണ്. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു കുട്ടി ഇങ്ങനെ വന്ന് കള്ളത്തരം പറയുകയാണെന്ന് വെക്കുക, അപ്പോൾ അതെ അങ്ങനെ അല്ലാന്ന് തെളിവ് കാണിക്കണമെങ്കിൽ അവിടെ ഒരു ക്യാമറ വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു കോളേജിൽ സാറാണ്, എന്തെല്ലാം ലൈംഗികമായ അതുപോലെ തന്നെ അരാജകത്വങ്ങൾ, എന്തെല്ലാം മോശത്തരങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് ഒരു ആർട്സ് കോളേജിലെ കഥയാണ് ഞാനീ പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ എല്ലാ മേഖലയിലും പുഴുക്കുത്തുകളുണ്ടാകും. അത് തിരിച്ചറിഞ്ഞ് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവരായി നമ്മൾ മാറണം എന്നുള്ളതാണ്. ഏതെങ്കിലുമൊക്കെ തലകെട്ടുകാർ പ്രതിസ്ഥാനത്തുണ്ട് എന്ന് കാണുമ്പോഴത്തേക്കും പുത്തൻവാദികളും അല്ലാത്ത ആളുകളും കൂടെ അവരെങ്ങനെങ്കിലും ഒരു സംഘടനാ വൈര്യം തീർക്കുന്നൊരു സാധനത്തിലേക്ക് മാറരുത്. ഇത് തലകെട്ടുമാർ മാത്രമൊന്നുമല്ല, എല്ലാ സംഘടനയുടെ ആൾക്കാർ ഈ വിഷയത്തിൽ, എല്ലാ വിഭാഗത്തിൻ്റെയും, സുന്നികളുടെ മാത്രമൊന്നുമല്ല, എല്ലാവരുടെയും ആളുകൾ ഇത്തരം കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ പത്ര റിപ്പോർട്ടുകളിലൂടെ വായിച്ചവരും അറിഞ്ഞവരും ഒക്കെയാണ് നിങ്ങൾ. അപ്പോൾ ഏതായാലും ഈ കേസെടുക്കുന്ന വിഷയമാകട്ടെ, അതുപോലെ തന്നെ കേസ് കൊടുക്കുന്ന വിഷയമാകട്ടെ, നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്. എന്നാൽ അപരാധം ചെയ്തവൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാന അപകടങ്ങളിൽ നിന്ന്, ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ പൊന്നുമക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.